1999 ജനുവരി 6 ജർമ്മനി. ജ്ഞാനദളം 186. പരമാനന്ദം. പൂർണമായ പരമാനന്ദത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. പരമമായ ആനന്ദത്തിലേക്ക് കടക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. പല ജന്മങ്ങൾക്ക് ശേഷം നിങ്ങൾ പരമാനന്ദത്തിലേക്ക് എത്തുന്നു. പരമാനന്ദത്തിൽ നിന്ന് പുറത്തു കടക്കുക അതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ജീവിതത്തിലാകെ അന്വേഷിക്കുന്നത് പരമാനന്ദത്തെയാണ്, ഉറവിടവുമായുള്ള ദിവ്യ സംഗമത്തെയാണ്. ലോകത്തിലെ ബാക്കിയെല്ലാം നിങ്ങളെ ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നു. മനസ്സിലാക്കാനും വിശദീകരിക്കാനും പറ്റാത്തതും സ്വഗൃഹത്തിലെത്താൻ തടസ്സമാകുന്നതുമായ കോടാനുകോടിയിലധികം കാര്യങ്ങളുണ്ട്. രാഗദ്വേഷങ്ങൾ മനസ്സിനെ സജീവമാക്കി നിലനിർത്തുന്നു. വേണം വേണ്ട എന്നിങ്ങനെ പലതും. പരമാനന്ദം എല്ലാ ദേവന്മാരുടെയും വാസസ്ഥലമാണ്. അത് തിരിച്ചറിയാനും അതിനെ ഉയർത്തിപ്പിടിക്കാനും മനുഷ്യ ശരീരത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ. മനുഷ്യജന്മം ലഭിച്ചിട്ടും ഈ ജ്ഞാനം ലഭിച്ചിട്ടും ഇത് നിങ്ങൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ നഷ്ടമാണ്. രാഗദ്വേഷങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ കട്ടിപിടിപ്പിക്കുന്നു. പെരുമാറ്റത്തിൽ മാത്രം മര്യാദയുണ്ടായിട്ട് കാര്യമില്ല. പെരുമാറ്റത്തിൽ നിങ്ങൾക്ക് മര്യാദയില്ലെങ്കിൽ അത് അംഗീകരിക്കാവുന്നതേയുള്ളൂ. പക്ഷേ നിങ്ങളുടെ ഹൃദയം കർക്കശമാകരുത്. നിങ്ങളുള്ളിൽ എന്തായാലും ലോകത്തിന് ഒന്നുമല്ല. അത് നിങ്ങളുടെ പെരുമാറ്റത്തെ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ പുറമേക്ക് എങ്ങനെയായാലും ദൈവികതയ്ക്ക് ഒന്നുമില്ല. അത് നിങ്ങളുടെ ഉള്ളിലേക്ക് മാത്രമാണ് നോക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ ചെറിയൊരു കഷ്ണം വെറുപ്പോ ആസക്തിയോ സൂക്ഷിക്കാതിരിക്കൂ. അത് റോസാപ്പൂ പോലെ പുത്തനും മൃദുലവും സൗരഭ്യമാർന്നതുമാകട്ടെ. എന്തൊരു മിഥ്യാബോധമാണിത്! നിങ്ങൾ ആരെയെങ്കിലും അല്ലെങ്കിൽ എന്തിനെയെങ്കിലും വെറുക്കുന്നു. അത് നിങ്ങളെ കുറെ കൂടി കാഠിന്യമുള്ളവരാക്കുന്നു. നിങ്ങളുടെ ഈ കാഠിന്യം മൃദുലമാകാനും അപ്രത്യക്ഷമാകാനും സമയമെടുക്കുന്നു. അമൂല്യനിധിയിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന വല്ലാത്തൊരു കെണിയാണിത്. ഈ ഭൗതിക ലോകത്തിൽ ഒന്നിനും നിങ്ങൾക്ക് സംതൃപ്തി നൽകാൻ സാധിക്കുകയില്ല. തൃപ്തി അന്വേഷിച്ച് പുറത്തേക്ക് നോക്കുന്ന മനസ്സ് അതൃപ്തമാവുകയും ആ അതൃപ്തി വളരുകയും ചെയ്യും. പരാതികളും നിഷേധാത്മകതയും മസ്തിഷ്കത്തെ കട്ടിപിടിപ്പിക്കുകയും അവബോധത്തെ മൂടുകയും നിഷേധ ഊർജത്തിന്റെ ഒരു കൂറ്റൻ മേഘത്തെ സൃഷ്ടിക്കുകയും ചെയ്യും. നിഷേധാത്മകത അതിന്റെ പാരമ്യത്തിലെത്തുമ്പോൾ ആവശ്യത്തിലധികം കാറ്റു നിറഞ്ഞ ബലൂൺ പോലെ അത് ഈശ്വരനിലേക്ക് തന്നെ തിരിച്ചു വരും. ദൈവികതയിൽ നിന്ന് ഒളിച്ചോടാൻ സാധിക്കുകയില്ല. അത് നിഷേധാത്മകതയുടെ ദൂരം കൂടിയ വഴിയോ പൊടുന്നനെ കാണുന്ന ശുഭാത്മകമായ മനോഭാവമോ ആയിക്കൊള്ളട്ടെ. ദൈവികത ഉദിക്കുമ്പോൾ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും മന്ദവും ജഡവുമായ ദ്രവ്യത്തിൽ നിന്ന് വെട്ടിത്തിളങ്ങുന്ന ചേതനയിലേക്കുമുള്ള മാറ്റം വളരെ വേഗം സംഭവിക്കും.